പ്രിയപ്പെട്ടവരെ, മാസ്ക്, സാനിറ്റൈസർ, ക്വാറന്റൈൻ, കൊറോണ, കോവിഡ്-19 കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നാം ഏറ്റവും അധികം കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയ വാക്കുകളാണ് ഞാൻ മുൻപ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഒരു വർഷം മുമ്പ് ചൈനയിലെ വുഹാൻ മാർക്കറ്റിൽ പൊട്ടിപ്പുറപ്പെട്ട് ലോകമാകെ വ്യാപിച്ച കോവിഡ്-19 എന്ന മഹാമാരി നമ്മുടെ കൊച്ചു കേരളത്തെയും ജനങ്ങളുടെ ജീവിതത്തെയും എങ്ങനെ ബാധിച്ചു എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ലോകത്താകമാനം 5 കോടിയോളം ആളുകളെ ബാധിച്ച് 12 ലക്ഷത്തോളം ജീവനെടുത്ത കൊറോണ എന്ന ഈ മാരക വൈറസ് ഇനിയും മനുഷ്യന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടില്ല. നമുക്കറിയാം, വാക്സിൻ പരീക്ഷണങ്ങൾ ലോകത്താകെ നടന്നുകൊണ്ടിരിക്കുന്നു. മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് ജനങ്ങളിലെത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ കുട്ടികളായ നമ്മൾ വീട്ടിനകത്ത് അടച്ചിരിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സുകളും മറ്റു പ്രവർത്തനങ്ങളും മടുത്തിരിക്കുന്നു. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രതിരോധത്തിന് അതീവ പ്രാധാന്യമുണ്ട്. സാമൂഹ്യ അകലം, മാസ്ക്, സാനിറ്റൈസർ, സോപ്പ് എന്നിവ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ വൈറസ് വ്യാപനമുള്ള 4 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കൂട്ടുകാരെയും അധ്യാപകരെയും കാണാൻ, ഉത്സവ പറമ്പുകളിൽ കറങ്ങി നടക്കാൻ, വിനോദയാത്രകൾ പോകാൻ മനസ്സ് കൊതിക്കുന്നുണ്ടാകും. പക്ഷേ അല്പകാലം കൂടി ക്ഷമിച്ചേ തീരൂ. വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും ഏറെ മുന്നിട്ടു നിൽക്കുന്ന നമ്മുടെ കേരളത്തിലാണ് ഇപ്പോൾ ഏറെ വൈറസ് വ്യാപനമുള്ളത്. അതെ, ഇപ്പോൾ ജാഗ്രതയ്ക്ക് ജീവന്റെ വിലയാണുള്ളത്. നമുക്ക് ജാഗ്രതയോടെ കാത്തിരിക്കാം. മനസ്സുകൊണ്ട് അടുത്തിരുന്ന് ശരീരം കൊണ്ട് അകന്നു നിൽക്കാം കുറച്ചു കാലം കൂടി. ജയ് ഹിന്ദ്.